ആദ്യമേ കുമ്മായം ഈ രീതിയിൽ കുമ്മായം പാറ്റണം. ചുറ്റോട് ചുറ്റും ഇത്രയും രീതിയിൽ കുമ്മായം പാറ്റണം. മതി. അടുത്തേക്ക് അത് വളരെ ലൈറ്റായിട്ട് കുമ്മായം ഈ രീതിയിൽ പാറ്റുക. കുമ്മായം പാറ്റണത് മണ്ണിൻ്റെ pH സന്തുലിതാവസ്ഥ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിൽ ചുറ്റോട് ചുറ്റും കുമ്മായം പാറ്റുക. അടയ്ക്കാരത്തിൻ്റെ ചോട്ടിലും കുമ്മായം മുഖത്ത് പൗഡർ ഇടുന്നത് പോലെ ചുറ്റോട് ചുറ്റും നമ്മൾ കുമ്മായം വിതറണം. മണ്ണിൻ്റെ പുളിപ്പും മറ്റുള്ള കാര്യങ്ങളും മാറി അതിനുള്ളിലുള്ള വേരുകളിലുള്ള ഫംഗസുകളെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണത്. മെയിനായിട്ട് മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ വേണം കുമ്മായം പാറ്റാൻ. ഉണ്ടോ? ചുറ്റോട് ചുറ്റും കുമ്മായം പാറ്റുക. കുമ്മായം പാറ്റി 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ജൈവവളം ടൈഗർ ബ്രാൻഡ് ജൈവവളം ഉപയോഗിക്കാമുള്ളൂ. നമ്മൾ അതിനു മുമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വളം ബ്ലീച്ചായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കുമ്മായം പാറ്റി ഉടനെ തന്നെ ജൈവവളം ഇടരുത്. ഇത് പാറ്റി 10 ദിവസം കഴിയണം. അതാണ് ചെടിയുടെ ആരോഗ്യത്തിനും ചെടിയിലെ ഫംഗസുകൾ വേരിൽ ഉള്ളിലോട്ട് കയറ്റി കുമ്മായം ഇടുക എല്ലാത്തിലും. ഇതാണ് സെക്കൻഡ് പ്രോസസ്സ് ഇതാണ്. അത് വർഷത്തിൽ ഒരു പ്രാവശ്യം മസ്റ്റായിട്ട് ജാതിയുടെ ചോട് ഇതുപോലെ റെഡിയാക്കി കുമ്മായം പാറ്റണം. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ജൈവവളം ഉപയോഗിക്കാമുള്ളൂ. മുഖത്ത് പൗഡർ ഇടുന്നത് പോലെ വേണം കുമ്മായം പാറ്റാൻ. കുമ്മായം ഒരു വളമല്ല, കീടനാശിനിയാണ്. വേരിലുണ്ടാകുന്ന ഫംഗസുകൾ മറ്റുള്ള രോഗാണുക്കളെല്ലാം മാറാൻ വേണ്ടിയിട്ടും മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കുള്ളൊരു പരിഹാരമാണ്. മണ്ണിൻ്റെ pH ബാലൻസിങ് ആവില്ല. അതുകൊണ്ട് കുമ്മായം വളരെ മസ്റ്റാണ്. ഈ കുമ്മായം പാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾക്ക് ആരോഗ്യം ഉണ്ടാവും. 10 ദിവസത്തിനുള്ളിൽ പിന്നെ വളം വലിക്കാനുള്ള ആരോഗ്യം വേരുകൾക്ക് ഉണ്ടാവുകയാണ്. അതിനാണ് കുമ്മായം പാറ്റുന്നത്.